ഗർഭഛിദ്ര ഗുളികകളുടെ അശാസ്ത്രീയ ഉപയോഗം ജീവനെടുത്തേക്കാം എന്നാണ് ഡോക്ടർ ഉമാ രാധേഷ് പറയുന്നത്. ഗുളിക ഉപയോഗിക്കുന്നതിന് മുൻപുള്ള പരിശോധനകളും ശേഷമുള്ള നിരീക്ഷണവും വളരെ പ്രധാനമാണെന്നും ഡോക്ടർ ഉമ പറയുന്നു. ഒന്ന് കേട്ടുവരാം. അതിനിപ്പോൾ ഒരു 3 മാസം വരെ അതിന് ഇത്ര ഡോസുകളുണ്ട്. 3 മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ പിൽസ് കൊണ്ട് പോവില്ല, DNC ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള കുറച്ച് ക്രൈറ്റീരിയ അതിൽ ഉണ്ട്. പക്ഷേ ഏതെങ്കിലും മാസമാകുമ്പോൾ അത് റിയലൈസ് ചെയ്യുമ്പോൾ അവരത് എടുത്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ലൈഫ് റിസ്ക് ഉണ്ട്. പക്ഷേ ആൾക്കാരത് റിയലൈസ് ചെയ്യുന്നില്ല. അവർ വിചാരിക്കുന്ന ഒരു അബോർഷനല്ലേ, ഒരു മരുന്നല്ലേ, കഴിച്ചാൽ അങ്ങ് അലസി പോകുന്ന. പക്ഷെ അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല. എപ്പോഴും ഒരു മെഡിക്കൽ കൺസൾട്ടേഷനിൽ മാത്രമേ ഇങ്ങനത്തെ പിൽസ് കഴിക്കാൻ പാടുള്ളൂ. VS രഞ്ജിത്തുണ്ട് നമുക്കൊപ്പം. VS രഞ്ജിത്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുന്നത്. പ്രത്യേകിച്ച് പുതുതലമുറയുടെ ഇടയിൽ ഇത്തരം മരുന്നുകളുടെ ദുരുപയോഗം കൂടി വരുന്നൊരു സാഹചര്യമുണ്ട്. പണ്ടത്തെ പോലല്ല. സോഷ്യൽ മീഡിയ വഴിയും വാട്സപ്പ് വഴിയും ടെലിഗ്രാം വഴിയുമൊക്കെ ഇതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കുട്ടികളിലേക്ക് എത്തുന്നു. അവർ അശാസ്ത്രീയമായിട്ട് ഇത്തരം സംഘങ്ങളെ കണ്ടെത്തി നമ്മൾ ഇപ്പോൾ ചെയ്തതുപോലെ അവർക്ക് പണം കൊടുത്ത് ഇത് വാങ്ങുന്നു എന്നുള്ളതാണ്. അവരുടെ ജീവൻ വരെ അപകടത്തിലേക്കാവുന്ന കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോൾ മുതൽ നമ്മൾ ഇത് പരിശോധിച്ച് തുടങ്ങിയതാണ്. ഇപ്പോഴാണ് നമ്മുടെ കയ്യിലേക്ക് ഒരാൾ വന്ന് ഈ ഗുളിക നേരിട്ട് തരുന്നതും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിപ്പോകുന്നതും. എത്രത്തോളം അപകടകരമാണ് ഈ ഗർഭനിരോധന ഗുളികകൾ വിൽക്കുന്ന, അശാസ്ത്രീയമായി ഈ ഗുളികകൾ കൊടുക്കുന്ന ഈ സംഘങ്ങളുടെ പ്രവർത്തനം. VS രഞ്ജിത്ത്. ഡോക്ടർ, ഒന്നാമത് ഈ പ്രഗ്നൻസി ഉണ്ട്, ഗർഭമുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യാനൊന്നും സാധാരണ ആളുകൾ ഈ പറയുന്ന യൂറിൻ ടെസ്റ്റിൽ ഡബിൾ ലൈനൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ശാസ്ത്രീയമായി മറ്റ് HC, ബീറ്റ, HCG പോലെ ടെസ്റ്റുകളോ സ്കാനിങ്ങുകളോ ഒന്നും ചെയ്യാതെ തന്നെ എളുപ്പത്തിൽ ഇതെങ്ങനെ നശിപ്പിക്കാം എന്ന് ആലോചിക്കുന്നവർക്കാണ് ഇത്തരത്തിലുള്ള സഹായങ്ങൾ കിട്ടുന്നത്. അങ്ങനെ നശിപ്പിക്കാൻ നിൽക്കുന്നവർ ശാസ്ത്രീയമായ ഒരു പരിശോധനയ്ക്കോ ഡോക്ടർമാരെ കാണുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് എത്ര ആഴ്ചയായ ഗർഭമാണ്, ഇതിപ്പോൾ അലസിപ്പിക്കാൻ സാധിക്കുമോ, അഥവാ ഈ ഗുളിക കഴിച്ചാൽ അത് പൂർണ്ണമായും അലസിപ്പോകുമോ, അല്ലെങ്കിൽ ഈ ഗർഭം അല്ലെങ്കിൽ ഈ പ്രഗ്നൻസി അത് ട്യൂബിലാണോ ഗർഭപാത്രത്തിലാണോ തുടങ്ങിയ കാര്യങ്ങളൊന്നും അറിയാതെ ഏറ്റവും എളുപ്പത്തിൽ ഇത് പുറം ലോകം അറിയാതെ ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ചെയ്യുമ്പോൾ പലപ്പോഴും ഡോക്ടർമാർ പറയാറുള്ളത് ബ്ലീഡിംഗ് ആയി, ഹെവി ബ്ലീഡിംഗ് ആയി, ലൈഫ് റിസ്കോട് കൂടി ആശുപത്രിയിൽ എത്തുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർമാരോ പുറം ലോകമോ അറിയുന്നത്. വളരെ കുറച്ച് ആളുകളെങ്കിലും അത് ഇതിൽ രക്ഷപ്പെടുന്നവരുണ്ടാവാം. അവരുടെയൊക്കെ ഉപദേശം കേട്ടാവും ഇത്തരം ആളുകൾ ഇത്തരം സംഘങ്ങളെ തേടി പോവുകയും ചെയ്യുന്നത്. അതും നമ്മുടെ കൈവശം കിട്ടിയ ഗുളികയുടെ മുകളിൽ MRP രേഖപ്പെടുത്തിയത് 379 രൂപയാണ്. പക്ഷേ ചോദിച്ചത് 3000 രൂപയാണ്. അപ്പോൾ ഈ കരിഞ്ചന്തയിൽ ഇത്ര വലിയ വിലയ്ക്ക് ഇത് വിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെ സ്വാഭാവികമായിട്ടും ഇത് പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രമേ മെഡിക്കൽ ഷോപ്പുകളിൽ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് മെഡിക്കൽ ഷോപ്പിൽ ഡയറക്റ്റ് കിട്ടാത്തതുകൊണ്ട് കരിഞ്ചന്തയിൽ വാങ്ങുന്നു. ആ വാങ്ങുന്നത് തന്നെ 3, 4, 5 ഇരട്ടി വിലക്കാണ് എന്നുള്ളതാണ്. ഏതായാലും ആ വില കൊടുക്കുന്നതല്ല, വിലയായി കൊടുക്കേണ്ടി വരിക ചിലപ്പോൾ ജീവൻ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.